മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഹിന്ദു ഐക്യവേദി കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങളും എൻ.എസ്.എസ് നേതൃത്വവുമായുള്ള അസ്വാരസ്യങ്ങളും സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഹിന്ദു ഐക്യവേദി നേതാക്കളെ കണ്ടത് രഹസ്യമായിട്ടല്ലെന്നും താൻ എല്ലാ ജനങ്ങളുടെയും മുഖ്യമന്ത്രിയാണെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ന്യായീകരണങ്ങൾ തള്ളിക്കളഞ്ഞ് കടുത്ത വിമർശനവുമായി എൻ.എസ്.എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും രംഗത്തെത്തി. താൻ ആരെയും ഒളിച്ചു കണ്ടിട്ടില്ലെന്നും ജനങ്ങളെ കാണുന്ന പൊതുസമയത്താണ് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ നിവേദനം നൽകാൻ എത്തിയതെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരെ മാറ്റി നിർത്തി മറ്റൊരു കാറിൽ കയറി മസ്കറ്റ് ഹോട്ടലിൽ പോയി RSS നേതാക്കളെ ഒളിച്ചു കണ്ടതുപോലെ താനൊന്നും ചെയ്തിട്ടില്ലെന്നും BJP നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി ഇറങ്ങുകയാണെന്ന മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ആരോപണത്തിന് ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം മറുപടി കൊടുത്തത്. താൻ കോൺഗ്രസിന്റെയോ UDFന്റെയോ മാത്രം മുഖ്യമന്ത്രിയല്ല, മറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഒരാൾ കാണാൻ അനുവാദം ചോദിച്ചാൽ പറ്റില്ലെന്ന് പറയാൻ കഴിയില്ലെന്നും അങ്ങനെ പറയുന്നതാണ് യഥാർത്ഥ തെറ്റെന്നും വ്യക്തമാക്കിയ അദ്ദേഹം തന്റെ ഓഫീസിലെ കൂടിക്കാഴ്ചകളെല്ലാം സുതാര്യമാണെന്നും കൂട്ടിച്ചേർത്തു. ഇതോടൊപ്പം NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഫോണിൽ വിളിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും മുഖ്യമന്ത്രി വ്യക്തത വരുത്തി. ബജറ്റ് തിരക്കിലായിരുന്നതിനാലാണ് സുകുമാരൻ നായർ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാൻ കഴിയാതിരുന്നതെന്നും പകരം പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഫോൺ കൈകാര്യം ചെയ്തതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തിരക്കുകൾക്ക് ശേഷം താൻ സുകുമാരൻ നായരെ തിരിച്ചു വിളിച്ച് സംസാരിച്ചിരുന്നുവെന്നും നേരിൽ കാണാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണത്തിന് പിന്നാലെ കടുത്ത ഭാഷയിലുള്ള വിമർശനവുമായി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പെരുന്നയിൽ രംഗത്തെത്തി. തനിക്ക് ഇനി ആരെയും കാണേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി തന്നെ കാണുമെന്ന് പറയുന്നത് ഒരുപക്ഷെ ഇനി ഫോട്ടോയിൽ കൂടിയാവാമെന്നുമാണ് അദ്ദേഹം പരിഹാസത്തോടെ പ്രതികരിച്ചത്. ബജറ്റിന്റെ തിരക്കിലായതുകൊണ്ടാണ് അന്ന് കാണാൻ കഴിയാതിരുന്നതെങ്കിൽ അതേക്കുറിച്ച് അപ്പോൾ തന്നെ പറയാമായിരുന്നുവെന്നും ഇപ്പോൾ ന്യായീകരണം പറയുന്നതിൽ കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നേരിട്ട് കണ്ട് താൻ പറയാതിരുന്ന കാര്യം കഴിഞ്ഞുപോയി എന്നും സുകുമാരൻ നായർ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ NSS നേതൃത്വം അനുമതി തേടിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തിരിച്ചു വിളിച്ചിരുന്നു എന്നത് സത്യമാണെങ്കിലും കാണാനുള്ള തീയതിയോ സമയമോ അവർ അറിയിച്ചില്ലെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഈ വിവാദം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന് ഉറപ്പാണ്. ഭരണ സുതാര്യതയും ജനങ്ങളോടുള്ള സമീപനവും ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രി പ്രതിരോധം തീർക്കുമ്പോൾ സർക്കാരിന്റെ അവഗണനയും മെല്ലെപ്പോക്കും തുറന്നു കാട്ടാനാണ് NSS ശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ നേതാക്കളുടെ പരസ്യമായ ഈ വാക്പോര് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ മുന്നണി മാറ്റങ്ങൾക്കും പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്കും വഴി തുറന്നേക്കും.